ഹലോ, അപ്പൊ നമ്മൾ എങ്ങോട്ടാ പോണേ? നമ്മൾ ലുലുവിലേക്ക് പോണേ കേട്ടോ. ഇന്ന് ഞാനും അമ്മയും സോനയും കൂടി ഒരു ചെറിയൊരു പർച്ചേസിങ്ങിന് ഇറങ്ങിയേക്കാണ്. നമ്മൾ ഹൈപ്പറിൽ പോണേയാണ്. പിന്നെ വെറുതെ ലുലുവില് വെറുതെ അങ്ങോട്ടിങ്ങോട്ടൊക്കെ തിണ്ടി നടന്നിട്ടൊക്കെ വരാം. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് നേരെ പോവാം. നല്ല വെയിലാട്ടോ. ഉച്ചക്കാണ് ഇറങ്ങിയേക്കുന്നത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പൊ നമുക്ക് പോയിട്ട് വരാം. അവിടെ വെച്ചാണ് കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് വണ്ടിയുടെ ടയറൊന്ന് എയർ അടിക്കാനുണ്ടായി. അപ്പോൾ അത് അടിച്ചിട്ടാണ് നമ്മൾ നേരെ ലുലുവിലേക്ക് പോകണത്. പിന്നെ നല്ല വെയിലൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല നട്ടാപ്പര വെയിലത്താണ് ഇറങ്ങിയത്. 12:30 1 മണി ആ ഒരു ടൈമൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. പോലെ തന്നെ ഹൈപ്പറിലെ ഫ്രണ്ടിൽ ഓഫേഴ്സിനുള്ള പ്രൊഡക്ട്സ് വെച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ പർച്ചേസിങ് സ്റ്റാർട്ടാക്കിയത്. അമ്മയ്ക്ക് ഓയിലും സൺഫ്ലവർ ഓയിൽ, കോക്കനട്ട് ഓയിൽ, പൊടികളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. അപ്പം അവിടെ 220 രൂപയുടെയൊക്കെ കേര സ്വാദിന് 139 രൂപയൊക്കെ ഉള്ളൂ. പിന്നെ ഈ ഇതുണ്ടല്ലോ ട്രോപ്പിക്കാനോ ഒക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ നല്ല ഓഫേഴ്സ് ഇട്ടിട്ടുണ്ട്. ന്യൂട്രലൊക്കെ ഓഫേഴ്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ പേഴ്സിനും ഡോവിനൊക്കെ 4 ബാർ വാങ്ങിച്ചു കഴിഞ്ഞാൽ 1 ബാർ ഫ്രീ ആയിരുന്നു. അപ്പോൾ ഞാൻ പേഴ്സാണ് വാങ്ങിച്ചത്. പേഴ്സ് ഞാൻ ഒരെണ്ണമായിട്ട് എടുത്തപ്പോൾ അതിന് 99 രൂപയായിരുന്നു. അപ്പോൾ 4 എണ്ണം കൂടി 250 രൂപ എങ്ങാണ്ട് ഉണ്ടായുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരെണ്ണം ഫ്രീയും ആയിരുന്നു. അപ്പോൾ ഞാൻ പേഴ്സാണ് വാങ്ങിച്ചത്. പിന്നെ ബിസ്ക്കറ്റ്സിന് കുറേ ഓഫർ ഉണ്ട് കേട്ടോ. സൺഫീസ്റ്റ് ഡാർക്ക് ഫാൻറ്റസിക്കാണ് കൂടുതൽ ഓഫേഴ്സ് ഉണ്ടായിരുന്നത്. അത് ഒരെണ്ണത്തിന് മറ്റേ ചോക്ലേറ്റ് ഒക്കെ ഉള്ള ഇതുണ്ടല്ലോ, എന്താണ് ഈ ഓറിയോ പോലെ തന്നെ ഇരിക്കുന്നത്, അതിന് 50 രൂപ ഉണ്ടായുള്ളൂ 100 രൂപയുടെ. അങ്ങനെ 50% ഓഫൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ബൊബോണിനൊക്കെ 3 എണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരെണ്ണം ഫ്രീ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ എല്ലാത്തിനും പൊടികൾക്ക് സൺലൈറ്റ് ഒക്കെ ഉണ്ടല്ലോ, ഡിറ്റർജൻറ്റ് പൗഡേഴ്സിനൊക്കെ നല്ല ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ എടുക്കാൻ പോയത് പൊടികളാണ് കേട്ടോ. ഈ അപ്പപ്പൊടി, അരിപ്പൊടി, ഗോതമ്പ് പൊടി, ഇടിയപ്പപ്പൊടി അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുക്കാനാണ് പോയത്. അവിടെ അത്യാവശ്യം ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അത് 10-30 രൂപയൊക്കെ കുറച്ച് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബ്രാഹ്മിൻസിൻ്റെ പുട്ടുപൊടിക്കൊക്കെ 1 കിലോ 67 രൂപയായിരുന്നു. ഈ പൊടികളൊക്കെ എടുക്കാനായിട്ട് കുറേ സമയം എടുക്കുക. അമ്മ എല്ലാം ഇങ്ങനെ നോക്കി എടുക്കത്തുള്ളൂ. അമ്മ എപ്പോഴും എടുക്കുന്നത് മേജറിൻ്റെ പുട്ടുപൊടിയും പിന്നെ അപ്പപ്പൊടിയൊക്കെയാണ്. ചെമ്പയ്ക്ക് നല്ല വെയിറ്റ് ഉണ്ട്, കാരണം നല്ല ടേസ്റ്റും. അതെ, ഇച്ചിരി പൊന്നിട്ടു. ഇത്രയും പോകാൻ പറ്റുള്ളൂ. പിന്നെ ടോപ്പ് രാമൻ 80 രൂപയുടെ പാക്കിന് 53 രൂപ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ പച്ചക്കറികളൊക്കെ എടുക്കാൻ പോയി. പിന്നെ എനിക്ക് ഈ ചീര ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ പച്ചച്ചീര ഇഷ്ടമാണ്. പിന്നെ അതേപോലെ റെഡ് ചീര ഉണ്ടല്ലോ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചീരയാണ് ഞാൻ ആദ്യം വന്നെടുത്തത് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കുടപ്പൻ ഇഷ്ടം. ഈ കുടപ്പൻ വൻപയറൊക്കെ ഇട്ടിട്ടില്ലേ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതും എടുത്തു. പിന്നെ കുറേ എന്താണ് പംകിൻ, പിന്നെ കുമ്പളങ്ങ, മോരിയറൊക്കെ ഇട്ട് വെക്കാമല്ലോ, അതിന് വേണ്ടി അതൊക്കെ എടുത്തു. പിന്നെ ക്യാരറ്റ്, ബീൻസ്, അങ്ങനെ കുറേ എടുത്തായിരുന്നു. അപ്പോൾ സോനയ്ക്ക് ബ്രിഞ്ചാൾ വേണമെന്ന്. എനിക്കാണെങ്കിൽ ബ്രിഞ്ചാൾ ഇഷ്ടമല്ല. ബ്രിഞ്ചാൾ ഇഷ്ടമാണ്, പക്ഷെ അത് നല്ലോണം ഫ്രൈ ചെയ്യണം മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ. പിന്നെ ഈ ക്യാബേജ് ഇതുവരെയായിട്ട് ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ ഈ ക്യാബേജ് ഒരെണ്ണം കഴിക്കണമെന്ന് വിചാരിച്ച ഇതൊരെണ്ണം വാങ്ങിച്ചു. നിങ്ങളിത് ഇഷ്ടമാണെങ്കിൽ അത് പറയണം കേട്ടോ. പിന്നെ കേക്ക്സ് കുറേ ഉണ്ടായിട്ടോ. ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് കുറേ കേക്ക്സിന് കുറേ ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പ്ലം കേക്കായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഇങ്ങനെ കുറേ ഡോണറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഓഫേഴ്സൊന്നും ഞാൻ പ്രത്യേകിച്ച് കണ്ടില്ല. പക്ഷേ പ്ലം കേക്ക്സിനൊക്കെ അത്യാവശ്യം 160, 150 ആ ഒരു റേഞ്ചിലൊക്കെ പ്ലം കേക്ക്സിനൊക്കെ ഓഫേഴ്സ് ഉണ്ടായിരുന്നു. അതിന് കണ്ടില്ലേ, 270 രൂപയുടെ പ്ലം കേക്കാണ്, അത് 199 രൂപയ്ക്ക്. പിന്നെ ഇതൊരു ഫ്രൂട്ട് കേക്കാണ് സ്ലൈസ് ഇത് വെച്ചേക്കുന്നത്, അതിന് 125 രൂപയാണ്. അതും കുറേ ഇങ്ങനെ ഡിസ്പ്ലേയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, എത്ര രൂപയാണെന്നൊക്കെ ഉള്ളത്. പിന്നെ ബ്രൗണീസിനൊക്കെ 130, 100 രൂപയൊക്കെ ആയിരുന്നു.
പിന്നെ നിങ്ങൾക്ക് ഇതിൽ എത്ര രൂപയാണെന്നൊന്നും അറിയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് പതിയെ കണ്ടു നോക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്തൊക്കെ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ അതിൽ ഡിസ്പ്ലേയിൽ എത്ര രൂപയാണ് കൊടുത്തേക്കണതെന്നൊക്കെ മനസ്സിലാവുമല്ലോ. അപ്പം എത്ര രൂപയൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഞങ്ങൾ മീൻ എടുക്കാൻ പോയായിരുന്നു. മീൻ കുറേ ട്യൂണയും വലിയ വലിയ സാൽമൺസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ 1000-1500 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. പിന്നെ ഉണക്കമീൻ കുറേയൊക്കെ ഫ്രിഡ്ജിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടില്ലേ, എന്തൊരു വലിയ ഫിഷൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വെറുതെ അയില മാത്രം എടുത്ത് തിരിച്ചു വന്നു. അയിലല്ല, ചാളയെന്ന് തോന്നുന്നു എടുത്തത്. അത് കഴിഞ്ഞ് കുറേ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ പർച്ചേസ് ചെയ്ത് പിന്നെ സാധനങ്ങളെല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബില്ലടിക്കാൻ നിന്നു. അല്ലെങ്കിൽ ബില്ലടിച്ചില്ലെങ്കിൽ എന്തെങ്കിലും ഓരോ സാധനങ്ങൾ കാണുന്നത് ഓരോന്നൊക്കെ എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ബില്ലടിക്കാൻ നിന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോണേണ്. നല്ല തിരക്കായിരുന്നു കേട്ടോ, ഭയങ്കര തിരക്കായിരുന്നു എൻ്റെ ഉള്ളിൽ. ഒന്നും അതുകൊണ്ട് അധികം എടുക്കാൻ പറ്റിയില്ല വീഡിയോസ്. കുറേയൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഹൈപ്പറിൽ നിന്ന് ഇറങ്ങി എല്ലാം പർച്ചേസ് ചെയ്ത് തിരിച്ച് വീട്ടിൽ പോണേണ്. ദിവസം വന്നിട്ട് വരെ ഭയങ്കര തിരക്കാണ്ടോ. പകലൊക്കെ ഞാൻ വിചാരിച്ചു വൈകുന്നേരമായിരിക്കും ഭയങ്കര തിരക്കെന്ന്, പക്ഷേ പകൽ ഭയങ്കര തിരക്കാണ് ഗൈസ്. നല്ലോണം പാർക്കിംഗ് തന്നെ നല്ല പാടായിരുന്നു പാർക്ക് ചെയ്യാനായിട്ട് വണ്ടി. അത്രേ ഉള്ളൂ. അകത്തെ പോലെ തന്നെ പുറത്തും നല്ല തിരക്കായിരുന്നു കേട്ടോ. നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. ഒരു സൂചി കുത്താൻ ഇടമുണ്ടായില്ല, അത്രയ്ക്ക് ട്രാഫിക്കും ആയിരുന്നു. അമ്മ കടയിൽ പോണെയാണ്. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ കുറേ വീഡിയോസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചാണ് പോയത്, പക്ഷെ തിരക്കുകൊണ്ട് ഒന്നും മര്യാദയ്ക്ക് പറ്റിയില്ല. കുറച്ച് ഒക്കെ അത്യാവശ്യം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പം അതേ അമ്മ റേഷൻ കടയിൽ പോയേക്കണേണ്. ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്കാണ് പോണത്. ഇനി പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് എൻഡ് ചെയ്യുവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും കുറച്ച് ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. എൻ്റെ വീഡിയോസ് കാണുന്നതിൽ ഒട്ടുമിക്കവരും, അതായത് മുക്കാലെന്ന് വരെ പറയാം, ഭാഗം ആൾക്കാരും എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഗൈസ് കാണുന്നത്. എന്തുകൊണ്ട്? നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സഹായിക്കൂ. എന്നാലല്ലേ വല്ല വീഡിയോസൊക്കെ ഞാൻ ഇടാണെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ കാണാൻ പറ്റുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുക, വെറുതെ ഛേദമില്ലാത്ത ഉപകാരമാണല്ലോ. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഞങ്ങൾ ദർശി വീട്ടിലേക്കൂടെയാണ്.